നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ വിജയദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 17, 2026. സമയം രാവിലെ 5:15. എത്ര പേർക്കിപ്പോൾ ശത്രുക്കളുണ്ട്? ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണോ? നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുകയാണോ? നിങ്ങളുടെ പേരിനെ കളങ്കപ്പെടുത്തുകയാണോ? നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയാണോ? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കും. സങ്കീർത്തനം 110:1. കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. നിങ്ങളുടെ ശത്രുക്കൾ ആരായാലും എത്ര ശക്തരായാലും ദൈവം അവരെ നിങ്ങളുടെ കീഴിലാക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. വിജയത്തിന്റെ ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു, ശത്രുക്കളാൽ ചുറ്റപ്പെട്ടവരായി, എന്നാൽ വിജയപ്രതീക്ഷയോടെ. ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞങ്ങളെ വെറുക്കുന്നവർ, ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർ, ഞങ്ങളുടെ പ്രശസ്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഞങ്ങളുടെ പുരോഗതി തടസ്സപ്പെടുത്തുന്നവർ, ഞങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ ഇന്ന് ഞങ്ങൾ അറിയുന്നു, അങ്ങ് ഞങ്ങളുടെ പക്ഷത്താണ്. അങ്ങ് ഞങ്ങളുടെ ശത്രുക്കളെ നിർജീവമാക്കണമേ. അങ്ങ് അവരുടെ പദ്ധതികൾ തകർക്കണമേ. അങ്ങ് അവരുടെ ശക്തി നീക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ പാദപീഠമാക്കണമേ. അവർ നോക്കി നിൽക്കട്ടെ, ഞങ്ങൾ വിജയിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ വിജയം അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിജയിയായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ശത്രുക്കൾ ആരാണ്? പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ശത്രുക്കളുണ്ട്. ചില ശത്രുക്കൾ കാണാം, ചില ശത്രുക്കൾ അദൃശ്യരാണ്. കാണാവുന്ന ശത്രുക്കൾ: ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, നിങ്ങളെ വെറുക്കുന്ന സഹപ്രവർത്തകർ, നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കൾ, നിങ്ങളുടെ പ്രശസ്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എതിരാളികൾ, നിങ്ങളെ വീഴ്ത്താൻ നോക്കുന്ന മത്സരാർത്ഥികൾ. അവർ നിങ്ങളെക്കുറിച്ച് നുണകൾ പറയുന്നു. അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. അവർ നിങ്ങളുടെ പേര് അപകീർത്തിപ്പെടുത്തുന്നു. അദൃശ്യ ശത്രുക്കൾ. എഫേസ്യർ 6:12. നമ്മുടെ മല്ലാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ഇരുട്ടിന്റെ ലോകാധിപതിമാരോടും ആകാശത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. പിശാചും അവന്റെ സൈന്യവും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ആത്മീയ ആക്രമണങ്ങൾ, പ്രലോഭനങ്ങൾ, തടസ്സങ്ങൾ, ഭയങ്ങൾ. ആന്തരിക ശത്രുക്കൾ. നിങ്ങളുടെ സ്വന്തം മനസ്സിൽ ഭയം നിങ്ങളെ തളർത്തുന്നു, സംശയം നിങ്ങളെ ദുർബലപ്പെടുത്തുന്നു, നിരാശ നിങ്ങളെ നിർത്തുന്നു, താഴ്ന്ന ആത്മാഭിമാനം നിങ്ങളെ തകർക്കുന്നു. ദൈവം ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ദൈവം ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഉൽപ്പത്തി 11, ബാബേൽ ഗോപുരം. ദൈവത്തിന്റെ ശത്രുക്കൾ ഒന്നിച്ചു. ദൈവം അവരുടെ ഭാഷ കലക്കി. അവർ ആശയക്കുഴപ്പത്തിലായി. പദ്ധതി പരാജയപ്പെട്ടു. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒന്നിക്കുമ്പോൾ ദൈവം അവരെ ആശയക്കുഴപ്പത്തിലാക്കും. ദൈവം ശത്രുക്കളെ തമ്മിൽ തിരിക്കുന്നു. ന്യായാധിപന്മാർ 7:22. ഗിദെയോന്റെ യുദ്ധം. 300 പേർ മാത്രം. ശത്രുക്കളുടെ സൈന്യം വലുത്. എന്നാൽ ദൈവം ശത്രുക്കളെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചു. അവർ പരസ്പരം നശിപ്പിച്ചു. നിങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ തിരിഞ്ഞ് പരസ്പരം നശിപ്പിക്കും. ദൈവം ശത്രുക്കളെ നാണം കെടുത്തുന്നു. ദാനിയേൽ 6. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. ശത്രുക്കൾ സന്തോഷിച്ചു. എന്നാൽ ദൈവം സിംഹങ്ങളുടെ വായടച്ചു. ദാനിയേൽ രക്ഷപ്പെട്ടു. ശത്രുക്കളെ സിംഹങ്ങൾ തിന്നു. നിങ്ങളെ നശിപ്പിക്കാൻ കുഴിച്ച കുഴി അവർ തന്നെ വീഴും. ദൈവം ശത്രുക്കളെ സ്നേഹിതരാക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16:7. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രസാദമാകുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് സന്ധി ചെയ്യുമാറാക്കും. യോസേപ്പിനെ വിറ്റ സഹോദരന്മാർ പിന്നീട് അവനോട് കരുണയ്ക്കായി യാചിച്ചു. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ സഹായം തേടിവരും. ദൈവം ശത്രുക്കളെ പാദപീഠമാക്കുന്നു. സങ്കീർത്തനം 110:1. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക. പാദപീഠം എന്നാൽ നിങ്ങൾ അവരുടെ മേൽ ഉയർന്നു നിൽക്കും. അവർ നിങ്ങളുടെ വിജയത്തിന്റെ ഉപകരണമായി മാറും. അവർ നിങ്ങളുടെ വിജയത്തിന്റെ സാക്ഷികളായിരിക്കും. ബൈബിളിലെ ഉദാഹരണങ്ങൾ. യോസേപ്പ്. സഹോദരന്മാർ ശത്രുക്കളായിരുന്നു. യോസേപ്പിന്റെ സഹോദരന്മാർ അവനെ വെറുത്തു, വിറ്റു, നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം യോസേപ്പിനെ ഈജിപ്തിന്റെ രാജപ്രതിനിധിയാക്കി. സഹോദരന്മാർ ഭക്ഷണത്തിനായി വന്നു. അവന്റെ മുമ്പിൽ കുമ്പിട്ടു. ഉൽപ്പത്തി 50:20.
നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവം അതിനെ നന്മയ്ക്കായി ഭാവിച്ചു. ശത്രുക്കൾ യോസേപ്പിന്റെ പാദപീഠമായി. ദാവീദ്, ശൗൽ ശത്രുവായിരുന്നു. രാജാവായ ശൗൽ ദാവീദിനെ വെറുത്തു, കൊല്ലാൻ ശ്രമിച്ചു, വർഷങ്ങളോളം പിന്തുടർന്നു. എന്നാൽ ദൈവം ദാവീദിനെ രക്ഷിച്ചു. ശൗൽ യുദ്ധത്തിൽ മരിച്ചു, ദാവീദ് രാജാവായി. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് മുമ്പാകെ ഒരു മേശ ഒരുക്കുന്നു. എസ്തേർ, ഹാമാൻ ശത്രുവായിരുന്നു. ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കാൻ പദ്ധതിയുണ്ടാക്കി. കഴുമരമുണ്ടാക്കി മൊർദെഖായിയെ തൂക്കാൻ. എന്നാൽ ദൈവം പദ്ധതി മറിച്ചു. ഹാമാൻ തന്നെ ആ കഴുമരത്തിൽ തൂങ്ങി മരിച്ചു. മൊർദെഖായി ഉന്നതനായി. എസ്തേർ 7:10. അവർ ഹാമാനെ മൊർദെഖായിക്കു വേണ്ടി വെച്ച കഴുമരത്തിൽ തൂങ്ങി. ദാനിയേൽ, സഹപ്രവർത്തകർ ശത്രുക്കളായിരുന്നു. ദാനിയേലിനോട് അസൂയപ്പെട്ട സഹപ്രവർത്തകർ അവനെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തി. സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. ദൈവം സിംഹങ്ങളുടെ വായടച്ചു. ദാനിയേൽ രക്ഷപ്പെട്ടു. ശത്രുക്കളെ സിംഹങ്ങൾ തിന്നു. ദാനിയേൽ കൂടുതൽ ഉയർന്നു. ദാനിയേൽ 6:27-28. അവൻ ദാനിയേലിനെ സിംഹങ്ങളുടെ ശക്തിയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ദാനിയേൽ ദാര്യാവേശ് രാജാവിന്റെ കാലത്തും പാർസി രാജാവായ കോരശിന്റെ കാലത്തും അഭിവൃദ്ധി പ്രാപിച്ചു. ശക്തമായ സാക്ഷ്യങ്ങൾ. ആദ്യത്തെ സാക്ഷ്യം, ഓഫീസിലെ ശത്രു. കേരളത്തിലെ ഒരു സഹോദരി, സർക്കാർ ജോലി. ഒരു സഹപ്രവർത്തക അവളോട് അസൂയപ്പെട്ടു. അവൾക്കെതിരെ തെറ്റായ പരാതികൾ നൽകി. അവളുടെ പേര് കളങ്കപ്പെടുത്താൻ നുണകൾ പറഞ്ഞു. സ്ഥാനക്കയറ്റം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. വർഷങ്ങളോളം വേദനിച്ചു, പ്രതികരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്റെ പക്ഷത്ത് യുദ്ധം ചെയ്യണം. 2 വർഷം കഴിഞ്ഞ് സത്യം വെളിപ്പെട്ടു. ആ സഹപ്രവർത്തകയുടെ സ്വന്തം തെറ്റുകൾ പുറത്തുവന്നു. അവൾ സ്ഥലം മാറ്റമായി. ഈ സഹോദരിക്ക് പ്രമോഷൻ കിട്ടി. ഇപ്പോൾ ആ വകുപ്പിന്റെ തലവൻ. അവൾ പറയുന്നു, എന്റെ ശത്രു എന്റെ പാദപീഠമായി. അവൾ എന്നെ താഴ്ത്താൻ ശ്രമിച്ചത് ദൈവം എന്നെ ഉയർത്താനുപയോഗിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം, ബിസിനസ്സിലെ ശത്രു. ഒരു സഹോദരൻ, ചെറിയ ബിസിനസ്. ഒരു വലിയ മത്സരാർത്ഥി അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. വില കുറച്ച് ഉപഭോക്താക്കളെ എടുത്തു. അവന്റെ പേരിനെതിരെ നുണകൾ പ്രചരിപ്പിച്ചു. വിതരണക്കാരെ സമ്മർദ്ദത്തിലാക്കി. ബാങ്ക് വായ്പ തടഞ്ഞു. ബിസിനസ് തകരുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെടാൻ പോകുകയായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ ശത്രുവിനെ അങ്ങ് കൈകാര്യം ചെയ്യണം. ഞാൻ എന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യും. 6 മാസത്തിനുള്ളിൽ ആ മത്സരാർത്ഥിക്ക് നിയമപ്രശ്നങ്ങൾ വന്നു. അവന്റെ ബിസിനസ് നിയമലംഘനങ്ങൾക്കകപ്പെട്ടു. വലിയ പിഴ ചുമത്തി. ബിസിനസ് അടയ്ക്കേണ്ടി വന്നു. ഈ സഹോദരന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. മത്സരാർത്ഥിയുടെ ഉപഭോക്താക്കൾ അവന്റെ അടുത്തു വന്നു. അദ്ദേഹം പറയുന്നു, ദൈവം എന്റെ യുദ്ധം ചെയ്തു. എന്റെ ശത്രു സ്വയം നശിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം, കുടുംബത്തിലെ ശത്രു. ഒരു സഹോദരി, ഭർത്താവിന്റെ സഹോദരി അവളെ വെറുത്തു. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അവളെക്കുറിച്ച് നുണകൾ പറഞ്ഞു. ഭർത്താവിനെ അവൾക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചു. കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. വിവാഹമോചനത്തിന് പ്രേരിപ്പിച്ചു. വർഷങ്ങളോളം കണ്ണീർ വാർത്തു. എന്നാൽ പ്രതികരിച്ചില്ല. പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്റെ നിരപരാധിത്വം തെളിയിക്കണം. 3 വർഷം കഴിഞ്ഞ് ആ സഹോദരിയുടെ സ്വന്തം വിവാഹം പ്രശ്നത്തിലായി. അവളുടെ ഭർത്താവ് സത്യം മനസ്സിലാക്കി. കുടുംബമെല്ലാം മനസ്സിലാക്കി. ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ആ സഹോദരി ക്ഷമയ്ക്കായി വന്നു. ഈ സഹോദരി ക്ഷമിച്ചു. ഇപ്പോൾ അവർ നല്ല ബന്ധത്തിലാണ്. അവർ പറയുന്നു, ഞാൻ യുദ്ധം ചെയ്തില്ല. ദൈവം സത്യം വെളിപ്പെടുത്തി. എന്റെ ശത്രു എന്റെ സുഹൃത്തായി. റോമർ 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് സ്ഥലം വിടുവിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്തു ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം? പ്രതികരിക്കരുത്, പ്രാർത്ഥിക്കുക. മത്തായി 5:44. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിപ്പിൻ. എതിരേൽക്കരുത്, തിരിച്ചടിക്കരുത്, പകരം വീട്ടരുത്, പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ ശത്രുവിനെ അനുഗ്രഹിക്കണമേ. അവന്റെ കണ്ണു തുറക്കണമേ. ദൈവത്തെ വിശ്വസിക്കുക. സങ്കീർത്തനം 37:5-6. നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്ക. അവനിൽ ആശ്രയിക്ക.
അവൻ നിവർത്തിക്കും. അവൻ നിന്റെ നീതി പ്രകാശം പോലെയും നിന്റെ ന്യായം ഉച്ചവെയിൽ പോലെയും വെളിപ്പെടുത്തും. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല, ദൈവം ചെയ്യും. നിങ്ങളുടെ നിരപരാധിത്വം അവൻ തെളിയിക്കും. നന്മ ചെയ്യുക. റോമർ 12:21. ദോഷത്താൽ കീഴടങ്ങാതെ നന്മയാൽ ദോഷത്തെ ജയിക്ക. ശത്രുവിന് ദോഷം ചെയ്യരുത്, പകരം നന്മ ചെയ്യുക. അവർക്ക് സഹായം വേണമെങ്കിൽ സഹായിക്കുക. അവർ വിശക്കുന്നുവെങ്കിൽ ഭക്ഷണം നൽകുക. അത് അവരുടെ തലയിൽ തീക്കനൽ കൂട്ടും. നീതിയിൽ ഉറച്ചു നിൽക്കുക. സങ്കീർത്തനം 37:27-28. ദോഷം വിട്ടകന്ന് നന്മ ചെയ്യുക. നിത്യവാസം കഴിക്കും. കർത്താവ് ന്യായത്തെ ഇഷ്ടപ്പെടുന്നു. അവൻ തന്റെ വിശുദ്ധന്മാരെ കൈവിടുന്നില്ല. അവർ എന്നേക്കും സൂക്ഷിക്കപ്പെടും. തെറ്റു ചെയ്യരുത്. ദൈവത്തിന്റെ വഴിയിൽ നടക്കുക. അവൻ നിങ്ങളെ സൂക്ഷിക്കും. സത്യം പറയുക. യോഹന്നാൻ 8:32. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നുണ പറയേണ്ടതില്ല. സ്വയം പ്രതിരോധിക്കേണ്ടതില്ല. സത്യം പറയുക. ദൈവം സത്യം വെളിപ്പെടുത്തും. ക്ഷമിക്കുക. മത്തായി 6:14-15. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. ശത്രുവിനോട് കയ്പുണ്ടായിരിക്കരുത്. ക്ഷമിക്കുക. അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. പാദപീഠം എന്നാൽ എന്ത്? അവർ നിങ്ങളെ ഉയർത്തുന്ന ഉപകരണമായി മാറുന്നു. യോസേഫിന്റെ സഹോദരന്മാർ അവനെ വിറ്റു. അതവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ രാജ്യപ്രതിനിധിയായി. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ശ്രമിക്കുന്നത് ദൈവം നിങ്ങളെ ഉയർത്താൻ ഉപയോഗിക്കും. അവർ നിങ്ങളുടെ വിജയത്തിന്റെ സാക്ഷികളായി മാറുന്നു. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് മുമ്പാകെ ഒരു മേശയൊരുക്കുന്നു. ശത്രുക്കൾ കാണുന്നിടത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവർ നോക്കി നിൽക്കും, നിങ്ങളെങ്ങനെ അഭിവൃദ്ധിപ്പെടുന്നു എന്ന്. അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. യോസേഫിന്റെ സഹോദരന്മാർ അവന്റെ മുമ്പിൽ കുമ്പിട്ടു. ദാനിയേലിന്റെ ശത്രുക്കൾ നശിച്ചു. അവൻ ഉയർന്നു. നിങ്ങളെ വെറുത്തവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട യോദ്ധാവേ, നിനക്ക് ശത്രുക്കളുണ്ടെന്ന് ഞാൻ കാണുന്നു. അവർ നിനക്കെതിരെ എഴുന്നേറ്റിരിക്കുന്നു. അവർ നിന്നെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. നീ പറയുന്നു, അവർ ബലവാന്മാരാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ യുദ്ധം ചെയ്യേണ്ടതില്ല. ഞാൻ നിനക്കായി യുദ്ധം ചെയ്യും. നിന്റെ ശത്രുക്കൾ എത്ര ശക്തരായാലും ഞാൻ അതിലും ശക്തനാണ്. നിന്റെ ശത്രുക്കൾ എത്ര ഒരുമിച്ചാലും ഞാൻ അവരെ ചിതറിക്കും. ഇന്നു മുതൽ നീ കാണും നിന്റെ ശത്രുക്കൾ ആശയക്കുഴപ്പത്തിലാകുന്നത്, അവരുടെ പദ്ധതികൾ പരാജയപ്പെടുന്നത്, അവരുടെ ശക്തി ഇല്ലാതാകുന്നത്, അവർ തമ്മിൽ തിരിയുന്നത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും. അവർ നിന്നെ താഴ്ത്താൻ ശ്രമിച്ചത് ഞാൻ നിന്നെ ഉയർത്താൻ ഉപയോഗിക്കും. അവർ നിനക്ക് ദോഷം ചെയ്യാൻ കുഴിച്ച കുഴി അവർ തന്നെ വീഴും. അവർ നിനക്ക് നഷ്ടം വരുത്താൻ ശ്രമിച്ചത് നിനക്ക് നേട്ടമായി മാറും. നിന്റെ ശത്രുക്കൾ കൺകെ ഞാൻ നിനക്ക് മേശയൊരുക്കും. അവർ നോക്കി നിൽക്കും നീ അഭിവൃദ്ധിപ്പെടുന്നത്. അവർ ആശ്ചര്യപ്പെടും നീ എങ്ങനെ വിജയിക്കുന്നുവെന്ന്. അവർ ബഹുമാനിക്കും നിന്റെ ദൈവത്തെ. ഇതെന്റെ വാഗ്ദാനമാണ്, ഇതെന്റെ വചനമാണ്, ഇത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ യുദ്ധം ചെയ്യുന്ന നിന്റെ ദൈവം. സങ്കീർത്തനം 18:37-39 വരെ. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്നു പിടിച്ചു. അവരെ നശിപ്പിച്ചിട്ടല്ലാതെ മടങ്ങി വന്നില്ല. അവർ എഴുന്നേൽക്കാതെ വണ്ണം ഞാൻ അവരെ തകർത്തുകളഞ്ഞു. അവർ എന്റെ കാൽ കീഴിൽ വീണു. അങ്ങെന്നെ യുദ്ധത്തിനായി ശക്തിയാൽ അരകെട്ടി. എന്നോടെതിർത്ത് നിന്നവരെ അടിയിൽ കുനിപ്പിച്ചു. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ശത്രുക്കളെ ദൈവത്തിന് കൈമാറുക. ദൈവമേ, എന്റെ ശത്രുക്കളെ അങ്ങേക്ക് കൈമാറുന്നു. അങ്ങ് അവരെ കൈകാര്യം ചെയ്യണം. പ്രതികരിക്കാതിരിക്കാൻ തീരുമാനിക്കുക. ഇനി തിരിച്ചടിക്കരുത്, പകരം വീട്ടരുത്, പ്രതികാരം ചെയ്യരുത്. ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ ശത്രുവിനായി പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ ശത്രുവിനെ അനുഗ്രഹിക്കണമേ. അവന്റെ കണ്ണു തുറക്കണമേ. അവനെ മാറ്റണമേ. സങ്കീർത്തനം 37 വായിക്കുക. ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. നീതിയിൽ ഉറച്ചു നിൽക്കുക. തെറ്റു ചെയ്യരുത്.
നീതിയിൽ നടക്കുക, സത്യം പറയുക, ദൈവം നിങ്ങളെ സൂക്ഷിക്കും. ക്ഷമിക്കാൻ തീരുമാനിക്കുക, കയ്പ് വിടുക, വെറുപ്പ് വിടുക, ക്ഷമിക്കുക, അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. ദൈവം പ്രവർത്തിക്കുന്നു. അവന്റെ സമയം തികഞ്ഞതാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ കൈകളുയർത്തി ശക്തമായി എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ ദൈവം എന്റെ പക്ഷത്താണ്. അവൻ എന്റെ യുദ്ധം ചെയ്യുന്നു. അവൻ എന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുന്നു. ഇന്നുമുതൽ എന്റെ ശത്രുക്കൾ ആശയക്കുഴപ്പത്തിലാകുന്നു. അവരുടെ പദ്ധതികൾ പരാജയപ്പെടുന്നു. അവരുടെ ശക്തി ഇല്ലാതാകുന്നു. അവർ തമ്മിൽ തിരിയുന്നു. എനിക്കെതിരെ കുഴിച്ച കുഴി അവർ തന്നെ വീഴുന്നു. എനിക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചത് എനിക്ക് നേട്ടമായി മാറുന്നു. എന്നെ താഴ്ത്താൻ ശ്രമിച്ചത് എന്നെ ഉയർത്താൻ ഉപയോഗമാകുന്നു. എന്റെ ശത്രുക്കൾ കാൺകെ ദൈവമെനിക്ക് മേശയൊരുക്കുന്നു. ഞാൻ യോസേഫ് പോലെയാണ്. എന്റെ സഹോദരന്മാർ എന്റെ മുമ്പിൽ കുമ്പിടുന്നു. ഞാൻ ദാവീദ് പോലെയാണ്. എന്റെ ശത്രുക്കൾ പരാജയപ്പെടുന്നു. ഞാൻ ദാനിയേൽ പോലെയാണ്. എന്റെ ശത്രുക്കൾ നശിക്കുന്നു. ഞാൻ എസ്തേർ പോലെയാണ്. എന്റെ ശത്രു സ്വന്തം കെണിയിൽ വീഴുന്നു. ഞാൻ പ്രതികരിക്കില്ല, ദൈവം പ്രതികരിക്കും. ഞാൻ പ്രതികാരം ചെയ്യില്ല, ദൈവം പകരം വീട്ടും. ഞാൻ യുദ്ധം ചെയ്യില്ല, ദൈവം യുദ്ധം ചെയ്യും. എന്റെ ശത്രുക്കൾ എന്റെ പാദപീഠമായി മാറുന്നു. യേശുക്രിസ്തുവിന്റെ വിജയിയായ ശക്തമായ മഹത്വമുള്ള നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. സങ്കീർത്തനം 110:1. കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് മുമ്പാകെ ഒരു മേശ ഒരുക്കുന്നു. റോമർ 12:19. പ്രതികാരം എനിക്കുള്ളത് എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, നിങ്ങളുടെ ശത്രുക്കൾ എത്ര ശക്തരായാലും നിങ്ങളുടെ ദൈവം അതിലും ശക്തനാണ്. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല. ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. പ്രതികരിക്കരുത്, പ്രാർത്ഥിക്കുക. പകരം വീട്ടരുത്, വിശ്വസിക്കുക. തിരിച്ചടിക്കരുത്, കാത്തിരിക്കുക. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ പാദപീഠമായി മാറും. അവർ കാണും നിങ്ങൾ വിജയിക്കുന്നത്. അവർ ബഹുമാനിക്കും നിങ്ങളുടെ ദൈവത്തെ. ദൈവം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, ജയിക്കൂ. ജയം നിങ്ങളുടേതാണ്.